ഫിനാൻഷ്യൽ ടിപ്സ് ന്യൂ കിയോസാക്കി ലോകമെമ്പാടുമായി നിരവധി പേർക്ക് സാമ്പത്തിക വിജയസൂത്രങ്ങൾ നൽകിയ മോട്ടിവേഷണൽ സ്പീക്കറാണ് റോബർട്ട് കിയോസാക്കി. ബിസിനസ്സുകാർക്കും കമ്പനി ഉടമസ്ഥർക്കും സ്ത്രീകൾക്കും ചെറുപ്പക്കാർക്കും തുടങ്ങി എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഉപകാരപ്രദമായ അറിവുകളായിരുന്നു അവ. സാമ്പത്തിക വിജയത്തിലേക്കുള്ള ഓരോ ഘട്ടത്തിലും നമ്മൾ അറിഞ്ഞിരിക്കാനായി അദ്ദേഹം നൽകിയിട്ടുള്ള ചില ആശയങ്ങളാണ് ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത്. ഒന്നാമത്തെ കാര്യം, പണക്കാരനാകാനുള്ള മൈൻഡ് സെറ്റ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നമുക്കുള്ളിൽ തന്നെയാണ് ധനികനും മിഡിൽ ക്ലാസ്സും ദരിദ്രനുമുള്ളത്. ഇതിൽ ഏതാണ് നമ്മൾ ആകാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് പ്രധാനം. ഇതിലേതായാലും നമ്മൾ വളരുന്ന ചുറ്റുപാടിൽ നിന്നാണ് നമുക്ക് ഈ മൈൻഡ് സെറ്റ് ലഭിക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ നിന്നും സ്കൂളുകളിൽ നിന്നും. സ്കൂളിൽ നമ്മൾ വിവിധ വിഷയങ്ങൾ പഠിക്കുന്നു, പക്ഷെ ഒരിക്കലും പണക്കാരനാകുന്നത് എങ്ങനെയെന്ന് പഠിക്കുന്നില്ല. എങ്ങനെ പണക്കാരനാകാം എന്നത് നമ്മൾ തന്നെ പഠിക്കണം. ഇതിനായി സാമ്പത്തികമായ പഠനം നമുക്ക് ആവശ്യമാണ്. പണക്കാരനാകാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ വളർത്തിയെടുക്കുക തന്നെയാണ് ആവശ്യം. അപ്പോൾ നമ്മൾ പണക്കാരനായി തീരും. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന ഇക്കാലത്തെ മികച്ച ബെസ്റ്റ് സെല്ലറിന്റെ രചയിതാവാണ് അദ്ദേഹം. അനേകം പേർക്ക് പ്രചോദനമായി മാറിയ അറിവുകളാണ് ആ പുസ്തകത്തിലൂടെ അദ്ദേഹം ലോകത്തിന് നൽകിയത്. റിച്ച് ഡാഡ് പുവർ ഡാഡ് കൂടാതെ ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ്, ഓൺ യുവർ ഓൺ ക്വാഡ്രന്റ്, വൈ വി വാണ്ട് യു ടു ബി റിച്ച് തുടങ്ങിയ പുസ്തകങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. എന്തെല്ലാമാണ് അദ്ദേഹം പറയുന്നത് എന്ന് ശ്രദ്ധിക്കാം. രണ്ടാമത്തെ കാര്യം, ശമ്പളം അഥവാ പേ ചെക്ക്. മറ്റൊരാളിൽ നിന്നും ജോലിക്കായി ഒരു തുക നമ്മൾ പണമായി വാങ്ങുമ്പോൾ അയാൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ നമ്മൾ തയ്യാറാവുകയാണ്. എംപ്ലോയർ മൈൻഡ് സെറ്റിലാണ് നമ്മളപ്പോൾ. ഒരു ജോലിക്കാരനായിരിക്കുമ്പോൾ നമ്മുടെ സാധ്യതകൾ ചുരുങ്ങുന്നു എന്നതാണ് റോബർട്ട് കിയോസാക്കി പറയുന്നത്. എല്ലാവരും ജോലി ഉപേക്ഷിച്ച് സംരംഭകനാകാനല്ല, മറിച്ച് പണമുണ്ടാക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വയം കണ്ടെത്തുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മാസാമാസം ശമ്പളം കിട്ടുമ്പോൾ വളരെ ചെറിയ സാധ്യതയിലേക്ക് നമ്മൾ ചുരുങ്ങുന്നു. നമ്മുടെ സാധ്യതകൾക്കനുസരിച്ച് ഉയരാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ സാധ്യതകൾ നമ്മൾ കണ്ടെത്തുന്നത് നമ്മൾ കയ്യിൽ മറ്റൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ്. ജീവിതത്തിൽ നിന്നുള്ള ഒരു ഉദാഹരണമാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം സെറോക്സ് കമ്പനിയിൽ ജോലി നോക്കുകയായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആ ജോലി ഉപേക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഉടമസ്ഥൻ അദ്ദേഹത്തിന് $30,000 പേ ചെക്ക് നൽകി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ജോൺ പറഞ്ഞു, നീ ചെയ്യുന്നത് വിഡ്ഢിത്തമാണ്. നിനക്ക് പരാജയപ്പെട്ട് തിരികെ വരേണ്ടി വരും. സ്വന്തം അനുഭവത്തിൽ നിന്നായിരുന്നു ജോൺ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഞാൻ തിരികെ വരില്ല, ഞാൻ പരാജയപ്പെടില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അവിടെ നിന്ന് പുറത്തിറങ്ങിയ ശേഷം സംരംഭകരുടെ ലോകത്ത് വൻ വിജയം നേടാൻ പിന്നീട് അദ്ദേഹത്തിന് കഴിഞ്ഞു. മൂന്നാമത്തെ കാര്യം, വർക്ക് ടു ലേൺ നോട്ട് ടു ഏൺ. അതായത് പണം കിട്ടുന്നതിന് വേണ്ടി മാത്രം ജോലി ചെയ്യരുത്. അറിവ് ശേഖരിക്കാനായിരിക്കണം നിങ്ങൾ ജോലി ചെയ്യുന്നത്. അറിവ് ലഭിക്കുമ്പോൾ അത് നിങ്ങൾക്കായി പുതിയ സാധ്യത തുറന്നു തരും. നിങ്ങൾക്കുള്ള പുതിയ അവസരങ്ങൾ കണ്ടെത്താൻ അത് നിങ്ങളെ സഹായിക്കും. നാലാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ വിഷയം, നല്ല മണി ഫ്ലോ ഉറപ്പുവരുത്തുക എന്നതാണ്. കിയോസാക്കിയുടെ അഭിപ്രായം അനുസരിച്ച് പണം നിങ്ങളുടെ പോക്കറ്റിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് ഏറ്റവും പ്രധാനം. അത് നിങ്ങളുടെ സമ്പത്താണ്. എന്നാൽ പണം നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അത് നിങ്ങളുടെ ബാധ്യതയായി മാറുന്നു. നിങ്ങൾ ലോൺ എടുത്ത് ഒരു വീട് വെച്ചെന്നിരിക്കട്ടെ. എല്ലാ മാസവും അതിനുള്ള തുക ബാങ്കിലേക്ക് നൽകുമ്പോൾ അത് നിങ്ങളുടെ ബാധ്യതയായി മാറുന്നു. ബാങ്കിന് സമ്പത്താണ്, നിങ്ങൾക്ക് സത്യത്തിൽ അതൊരു ബാധ്യതയാണ്. ഇത് ഒരു ബുദ്ധിപരമായ നീക്കമല്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ഷെയർ വാങ്ങുമ്പോഴും ബോണ്ടുകൾ വാങ്ങുമ്പോഴും ആ പണം ഷെയർ മാർക്കറ്റിന്റെ സമ്പത്തായി മാറുന്നു. നിങ്ങളുടെ പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. റോബർട്ട് കിയോസാക്കി പറയുന്നു, നിങ്ങളുടെ സമ്പത്ത് ചോരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക ഏറ്റവും പ്രധാനമാണ്. അഞ്ചാമത്തെ കാര്യം, തോറ്റവർക്ക് ജയിക്കാം എന്നതാണ്. സാധാരണ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ മികച്ച വിജയം നേടുന്നവർ മാത്രമാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. തോൽക്കുന്നവർക്ക് വിജയിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്ന് കിയോസാക്കി പറയുന്നു. കാരണം തൻ്റെ കയ്യിൽ എന്തുണ്ട് എന്തില്ല എന്ന് മറ്റുള്ളവരെക്കാൾ കൂടുതൽ മനസ്സിലാകുന്നത് അവർക്കാണ്. അതുകൊണ്ട് തന്നെ വിജയിക്കാനുള്ള അവസരങ്ങൾ അവർ തിരിച്ചറിയും. സ്റ്റീവ് ജോബ്സും ബിൽഗേറ്റ്സും പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചവരാണ് എന്നത് നമുക്ക് ഈ അവസരത്തിൽ ഓർമ്മിക്കാവുന്ന ഉദാഹരണങ്ങളാണ്.
സ്കൂളിലും കോളേജുകളിലും നമ്മൾ വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ജീവിത വിജയത്തിന് വേണ്ട അറിവ് ലഭിക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആറാമത്തെ കാരണം, ഗുഡ് എക്കണോമി, ബാഡ് എക്കണോമി. സംരംഭകരെയും ഇടത്തരക്കാരെയും അപേക്ഷിച്ച് പാവപ്പെട്ടവർക്ക് പണം ഉണ്ടാക്കാൻ അറിയില്ല എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. സാമ്പത്തികമായ അറിവില്ലാത്തതായിരിക്കാം ഇതിന് കാരണം. അപ്പോൾ അയാൾ ദരിദ്രനായി തുടരേണ്ടി വരുന്നു. ഇവിടെ എല്ലാ കാര്യത്തിനും രണ്ട് വശമുണ്ടെന്ന് റോബർട്ട് കിയോസാക്കി പറഞ്ഞ് മനസ്സിലാക്കി തരും. പണം ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ ചെറിയ വരുമാനത്തിൽ തുടരാൻ തീരുമാനിക്കുന്നു. അപ്പോൾ നമുക്ക് ചുറ്റും ബാഡ് എക്കണോമി, അതായത് മോശം സാമ്പത്തിക അവസ്ഥ മാത്രം കാണും. നമ്മൾ സാമ്പത്തികമായി വളരാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ കാണുന്നത് വളരുന്ന സാമ്പത്തിക വ്യവസ്ഥയായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത് അത് തന്നെ നമുക്ക് കാണപ്പെടാം. ഇനിയും ഉയരങ്ങളിലേക്ക് പോകാൻ തീരുമാനിക്കുക, വളരുക, ശക്തമായി തുടരുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം. ഏഴാമത്തെ കാരണം, മൈൻഡ് സെറ്റ് ആൻഡ് സ്കിൽ സെറ്റ്. അത് വിശദീകരിക്കാം. എല്ലാവരും സംരംഭകർ ആകണമെന്നില്ല. നിങ്ങളുടെ ചെറിയ വരുമാനത്തിൽ നിന്നുകൊണ്ട് തന്നെ സംരംഭകനാകാനുള്ള മാർഗമാണ് നമ്മൾ കാണേണ്ടത്. ഏറ്റവും ആവശ്യം അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെ തന്നെ കൊണ്ടുവരിക എന്നതാണ്. ഇതിനർത്ഥം വരുമാനത്തിനുള്ള മാർഗമുണ്ടാക്കാനുള്ള മാനസികാവസ്ഥയാണ് ഈ മൈൻഡ് സെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, നിങ്ങൾ അത്തരത്തിൽ തയ്യാറാകുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സ്കിൽ സെറ്റ് കൂടി ആവശ്യമാണ്. അതിനുള്ള അറിവ്, അതിനാവശ്യമായ പെരുമാറ്റം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾക്ക് ആവശ്യമായി വരും. അപ്പോഴും അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഒരു ചെറുകിട സംരംഭകന്റെയും വൻകിട സംരംഭകന്റെയും മൈൻഡ് സെറ്റും സ്കിൽ സെറ്റും തമ്മിൽ വലിയ അന്തരമുണ്ട്. വലിയ ബിസിനസ്സുകാരൻ വിപുലമായി ചിന്തിക്കുമ്പോൾ ചെറുകിട സംരംഭകൻ അങ്ങനെ ചിന്തിച്ചു കൊള്ളണമെന്നില്ല. ഇക്കാര്യങ്ങളെല്ലാം നമ്മൾ കണക്കിലെടുക്കണം. എട്ടാമത്തെ കാരണം, നിങ്ങളുടെ കഴിവിന് താഴെ ജീവിക്കരുത് എന്നതാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ കഴിവനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക. നിങ്ങൾക്ക് പറക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഓടാനായി തുനിയരുത്. നിങ്ങൾക്ക് ഓടാൻ കഴിയുമെങ്കിൽ നിങ്ങൾ നടക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ ധനികനാണെങ്കിൽ ദരിദ്രനായി കഴിയരുത്. നിങ്ങളുടെ പൂർണ്ണമായ സാധ്യതകൾ കണ്ടെത്തി അതിൽ തന്നെ ജീവിക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുക. പണം സമ്പാദിക്കുന്നതിൻ്റെ വിവിധ ആവശ്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന റോബർട്ട് കിയോസാക്കിയെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാം. പണക്കാരനാകേണ്ടത് എങ്ങനെ എന്ന ചോദ്യത്തിൽ നിന്നാണ് റോബർട്ട് സാക്കി തൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത്. അതേ ചോദ്യത്തിൽ നിന്നാണ് റിച്ച് ഡാഡ് പൂവർ ഡാഡ് എന്ന പുസ്തകവും അദ്ദേഹം എഴുതുന്നത്. സാധാരണ ജോലിക്കാരനായ തൻ്റെ അച്ഛനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത്, എനിക്ക് പണമുണ്ടാക്കാൻ ആഗ്രഹമില്ല, അതിനാൽ പണമുണ്ടാക്കാനുള്ള വഴി എനിക്കറിയില്ല. എന്നാൽ നിന്റെ സുഹൃത്ത് മൈക്കിളിൻ്റെ അച്ഛൻ പണക്കാരനാണ്, എന്തുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചുകൂടാ എന്നാണ്. അങ്ങനെ തൻ്റെ ധനികനായ സുഹൃത്ത് മൈക്കിളിൻ്റെ പിതാവ് കാട്ടിയ വഴിയിലൂടെയായിരുന്നു കിയോസാക്കിയുടെ സഞ്ചാരം. അതിലൂടെ സാമ്പത്തിക രംഗത്ത് വലിയ നേട്ടങ്ങൾ നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു. മൈക്കിളിൻ്റെ അച്ഛന് കിയോസാക്കിയോട് പിതൃതുല്യമായ സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു. ഈ രണ്ട് അച്ഛന്മാരിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അദ്ദേഹം പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. റിച്ച് ഡാഡ് പൂവർ ഡാഡ് എക്കാലത്തെയും മികച്ച ബെസ്റ്റ് സെല്ലറായി ഇപ്പോഴും തുടരും. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും ഉപകാരപ്രദമാകട്ടെ.